എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടിട്ട് വേണം ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണാനേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ നമുക്ക് 3 പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതല്ലേ. ഇത് ബാക്ക് പാർട്ട്, ഇതാണ് 3 പീസ്. അപ്പോൾ ഇതിന് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ലൈനിങ്. ഇനി നമുക്കിത് ലൈനിങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കാം. ആദ്യം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഇതും ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് തയ്ച്ചിട്ട് മറിച്ചിടാം. ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചിട്ട് ഇനി മറിച്ചിടാം. അപ്പോൾ നമുക്ക് ഈ പീസ് ഫ്രണ്ടിൽ വരും കേട്ടോ. മനസ്സിലായോ? നല്ല വശവും ചേർത്ത് വച്ചിട്ട് ഇതിങ്ങനെ ഒരു ഭാഗം മാത്രം ഇവിടെയും മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യേണ്ട. അപ്പം അത് പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. മറ്റൊന്നും നമുക്ക് മറിച്ചിടണ്ട. ഇത് മറിച്ചിടുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും. ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാമല്ലോ. നമ്മൾ ഇതാണ് സെൻറ്ററിൽ വരാൻ വയ്ക്കാൻ പോകുന്ന പീസ്. അതിൻ്റെ നല്ല വശവും നമ്മൾ ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ച് ഈ സൈഡും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടെടുക്കും. അപ്പോൾ ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരുപാട് കൂടുതലായിട്ട് കിടക്കുന്ന ഈ സൈഡിലെ തുണികളെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇത് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിയിൽ സൈഡൊക്കെ മറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ സ്റ്റിച്ചിൽ കൊള്ളരുത്. അങ്ങനെ ഇതുപോലെ നമ്മൾ തിരിച്ചിടുക. ഇനി ഇതിനെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചിടാം. കണ്ടോ, ഇത് തിരിച്ചിട്ടത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കൂർത്ത് ഇതിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പെന്ന് ഉപയോഗിക്കുകയാണ്. അപ്പം തുണി വിട്ടു പോകരുത്, അല്ലാതെ ആ ഷേപ്പ് കറക്റ്റായിട്ട് വരണം. കണ്ടോ, കത്രികയായിട്ട് ചെയ്യരുതേ, എങ്കിൽ ചിലപ്പോൾ അവിടെ അത് തയ്യൽ വിട്ടുപോകും. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പതിച്ചടിക്കണം. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചുറ്റും, ഇവിടെ വേണ്ട, മുകൾ ഭാഗത്ത് വേണ്ട, ഇതിൽ കൂടി ഈ പീസ് ഇങ്ങനെ വെളിയിലോട്ട് കാണാത്ത രീതിയിൽ നമുക്കൊന്ന് പതിച്ചടിക്കണം. കണ്ടോ, ഇങ്ങനെ ഒന്ന് പതിച്ചെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇതേ ആകൃതിയിൽ ഇതേ ലെവലിൽ ഈ പീസ് കട്ട് ചെയ്തെടുക്കണം. കാരണം ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചിട്ട് ഞാൻ ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇതാണ് നമ്മൾ ഫ്രണ്ട് പീസിൽ വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഇതാണ് ഡിസൈൻ ചെയ്യുന്നത്. ഇത് ലൈനിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ കളറിലുള്ള നൂല് എന്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്നത്. നമ്മളിവിടെ ഈ ഭാഗത്ത് ഈ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഇത് വയ്ക്കുന്നുണ്ട്. ഈ പീസിൽ നിന്ന് വയ്ക്കുന്നപ്പോൾ ഇതിൻ്റെ ഈ തയ്യലൊക്കെ നമുക്ക് ഉള്ളിലോട്ട് പോകും കേട്ടോ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലീറ്റ്സ് ഇട്ട് സ്കേർട്ട് ഭാഗം യോജിപ്പിക്കുന്നത് കൊണ്ട് ഈ തയ്യലൊന്നും പുറത്ത് കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നൂല് തന്നെ യൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് ലേസ് വയ്ക്കാം, ഇവിടെയൊക്കെ നമുക്ക് ലേസ് വയ്ക്കണം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പീസുകൾ തമ്മിൽ ഇത് മറിച്ചെന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ വയ്ക്കണം. ഇതിൻ്റെ ചീത്ത വശവും ചേർത്ത് വെച്ച് ഇതിൻ്റെ ചീത്ത വശവും ചേർത്ത് വെച്ച് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയണം. സ്റ്റിച്ച് ചെയ്തിട്ട് കണ്ടോ, അതേ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇത് വയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും കണ്ടോ, ഇതുപോലെ വരും. ഇതിൻ്റെ സെൻറ്ററിൽ ഇത് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം പീസ് തന്നെ ചെയ്യാം. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ കളറിലുള്ള ഈ പീസ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമാവുമല്ലോ ഒരുപോലെ വരാതെ, അതുകൊണ്ടാണ് ഇത് ചെയ്തത്.
പിന്നെ നമുക്ക് ഇതിൽ ലേസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ലൈൻ തന്നെ പൈപ്പിംഗ് ആയിട്ട് ചെയ്യാം. അതേപോലത്തെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് ചാനൽ കയറി നോക്കിയാൽ മതി. ഇനി ഞാൻ ഇതിലിപ്പോൾ ലേസാണ് വയ്ക്കാൻ പോകുന്നത്. ഞാൻ ഇതേപോലത്തെ ലേസ് വാങ്ങിച്ചിട്ടുണ്ട്, കണ്ടോ. എനിക്ക് ബ്ലാക്കും വൈറ്റും ചേർന്ന ലേസായിരുന്നു നല്ലത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ കളറിലുള്ള ലേസാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ലേസിൻ്റെ ഈ ഭാഗം ഇതിങ്ങനെ കമഴ്ത്തി വയ്ക്കണം, ഇതുപോലെ, കണ്ടോ. എന്നിട്ട് ഇതിൽ കൂടി നമ്മൾ ഈ ഡിസൈനിൽ കൂടി സ്റ്റിച്ച് കയറാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ. അപ്പം ഇങ്ങനെ എന്നിട്ട് അതിനിങ്ങനെ മറിച്ചിടുക. അപ്പോൾ അത് ഇതുപോലെ വരും, കണ്ടോ, ഇതുപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കണം, ഈ പീസിൽ കൂടി. ആദ്യം ഇങ്ങനെ എടുക്കണം, ലേസ് ഇങ്ങനെ കമഴ്ത്തി വയ്ക്കണം. എന്നിട്ട് ഈ ഡിസൈനിൽ കൊള്ളാതെ ഈ ലേസിൻ്റെ തയ്യൽ തുമ്പ് കൊടുക്കുന്ന അതിലൂടെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെയായിട്ട് മറിച്ചിടുക. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഈ പീസിൽ കൂടി പതിച്ചടിക്കണം. അപ്പം ഇവിടെയും ഈ ഫ്രണ്ടിലും ഇവിടെയും നമ്മൾ വയ്ക്കണം, കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നിങ്ങളത് മാറിപ്പോകരുത്. നിങ്ങളിതിങ്ങനെ വച്ച് നോക്കിയിട്ടാണ് വയ്ക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ വയ്ക്കില്ല ലേസ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വച്ച് നോക്കണം. നമുക്ക് ഈ സൈഡിലും വേണം, അതുപോലെ ഇവിടെയും വേണം. അപ്പോൾ ഇത് മൂന്നിലും ഞാൻ ഈ ലേസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് ഈ 3 പീസിലും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ ലേസ് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതിലും വെച്ചിട്ടുണ്ട്, ഞാൻ മറിച്ചിട്ട് പതിച്ചടിക്കണം, കേട്ടോ. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറിച്ചിട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കണം. ഇതിലും പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനിങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം ഇവിടെ നിന്ന് അരയിഞ്ച് ഇങ്ങനെ അരയിഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. തിരിച്ച് ഇവിടെ നിന്ന് അരയിഞ്ച്, കാരണം നമുക്ക് അരയിഞ്ച് തയ്യൽ തുമ്പെങ്കിലും നമ്മൾ ഇടണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. അതിനുശേഷം നമ്മൾ ഇതെടുത്ത് വെച്ച് ഇവിടെ നിന്നും നമ്മൾ നെക്ക് ലെന്ത് 6.5 എടുത്തത്. പക്ഷെ നമുക്ക് വേണ്ടത് എത്രയാണ്? 6 ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ വേണ്ടതിനെക്കാട്ട് 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം, എങ്കിലേ ഇത് കറക്റ്റ് ആവത്തുള്ളായിരുന്നു. നമുക്ക് കറക്റ്റ് വേണ്ടത് 6 നമുക്ക് വേണ്ടത്. അതായത് ഷോൾഡർ ജോയിനിങ് കൂടെ ചേർത്തിട്ടാണ് 6, കേട്ടോ. ഷോൾഡർ ജോയിൻ പോയിട്ട് നമുക്ക് കറക്റ്റ് വളവ് 5.5 വരത്തുള്ളൂ. അപ്പോൾ 6 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഈ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഈ പീസ് ഈ നമ്മൾ മാർക്ക് ചെയ്ത 6 ഇഞ്ചിന് താഴെ മാത്രമേ നിൽക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തുകൊണ്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ല, അതിന് താഴ്ഭാഗത്ത് വേണം ഈ പീസ് നിൽക്കുക, ഇങ്ങനെ, കണ്ടോ. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തായിരിക്കണം ഇത് വയ്ക്കേണ്ടത്. ഇങ്ങനെ, കണ്ടോ, ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇവിടെ കെട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം, ഇവിടെയും കെട്ടിടണം. അതുപോലെ ഇവിടെയും ഈ 6 ഇഞ്ച് താഴ്ഭാഗത്ത് വേണം ഇത് നിൽക്കേണ്ടത്. ഈ 1/2 ഇഞ്ച് അകത്തോട്ട് പോവുകയും വേണം. ഇങ്ങനെ വയ്ക്കണം. ഈ മാർക്ക് ചെയ്തത് അകത്തോട്ടാവണം, അപ്പോഴേ നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെയും കെട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ കറക്റ്റ് നമുക്ക് നെക്ക് വിടുത്ത് നെക്ക് ലെന്ത് നമ്മൾ എത്രയാണ് 3 ഇഞ്ചാണ് എടുത്തത് അല്ലേ ബാക്കിൽ. നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ആ 3 ഇഞ്ച് തന്നെ വരും. നോക്ക്, 6 ഇഞ്ച് വരണം, കണ്ടോ. കറക്റ്റ് 6 ഇഞ്ച് വന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് 2 ഭാഗത്തും 1/2 ഇഞ്ച് വെച്ച് പോയി. അതുകൊണ്ടാണ് ഞാൻ 3.5 എടുക്കാൻ പറഞ്ഞത്. എങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3 കിട്ടുമെന്നോ പറഞ്ഞത്. 3 എന്ന് പറയുന്നത് ഞാൻ 4 മടക്കിടുമ്പോഴാണ്. നമ്മൾ ഇതേപോലെ വയ്ക്കുകയാണെങ്കിൽ 6 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കണ്ടു. ഇവിടെയും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യം വരും. പണ്ട് നമ്മൾ അല്ലാതെ കറക്റ്റ് അളവിന് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറ്റി വയ്ക്കേണ്ടി വരും. ഇങ്ങനെ കയറ്റി വയ്ക്കാൻ പിന്നെ ഇത്രയും ഭാഗം വീണ്ടും കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും, നമുക്ക് ഒരു മാറ്റവും ഇല്ല. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ കട്ട് ചെയ്യണം, കേട്ടോ. എങ്കിലേ നമ്മൾ വേണ്ട അളവ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യണം, എങ്കിലേ പെർഫെക്റ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ കറക്റ്റ് അളവെടുത്ത് വെച്ചിട്ടാണ് ഈ 3 പീസ് കട്ട് ചെയ്യുന്നതെങ്കിൽ വീണ്ടും നമുക്ക് നെക്ക് വിട്ട് നെക്ക് ലെന്ത് കുറഞ്ഞു പോകും. ഇവിടുത്തെ ഷേപ്പ് നമ്മൾ വിചാരിച്ചത്രയും കിട്ടത്തില്ല. വീണ്ടും ഇതിൻ്റെ അളവ് കുറയും. പിന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ എന്ത് ചെയ്യും? ഇത് മുകളിലോട്ട് കയറിയിരിക്കും. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു വൃത്തികേടായിട്ട് ആയിരിക്കും. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ടൊന്ന് കമൻറ്റ് ഇടണേ, നിങ്ങൾ എങ്ങനെയുണ്ട്, പെർഫെക്റ്റ് ആണോ എന്ന്. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്യും. ഞാൻ ഇത് ചെയ്ത് പലതും ചെയ്തപ്പം വന്ന വ്യത്യാസം മനസ്സിലാക്കി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നെക്ക് ലെന്തും വിടുത്തും ഒക്കെ അവസാനം കുറഞ്ഞു നമ്മൾ ഈ കറക്റ്റ് അളവെടുത്ത് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നൈറ്റിക്ക് ഒരുപാട് നെക്ക് വിടുത്തൊന്നും എടുക്കത്തില്ല. വീണ്ടും അതിൻ്റെ വ്യത്യാസം വരപ്പം കുറേപ്പം ഒരു അസ്വസ്ഥതയായിരിക്കും നമുക്ക് നൈറ്റ് ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.
കട്ടിങ് ശ്രദ്ധിച്ചേക്കണം. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ സ്റ്റിച്ച് ചെയ്യും. ഇവിടെയും കെട്ടിടണം, ഇവിടെയും കെട്ടിടണം കേട്ടോ. എങ്കിലേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് ഇടണേ. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെയും കെട്ടിട്ടുണ്ട്, ഇവിടെയും കെട്ടിട്ടുണ്ട്. അകവശം ഇതുപോലെ ഇരിക്കും കണ്ടോ. ഇത്രയും നമുക്ക് തയ്യൽ തുമ്പ് വേണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വിട്ടുപോകും. അതിനാണ് അരയിഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാർക്ക് ചെയ്തിട്ട് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് കണ്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യത്തിന് നെക്ക് വിട്ടും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മറ്റേത് കൂടിയിരിക്കും ഇങ്ങനെ ഒട്ടും നെക്കിലും ഇവിടെ. അപ്പം കുറച്ചുകൂടി ഇങ്ങനെ വിടർന്ന് വരുന്നത് കൊണ്ട് കുറച്ചുകൂടി നെക്ക് ഇത് കിട്ടും കേട്ടോ. ഇതുപോലെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബാക്ക് പാർട്ട് ഇതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആദ്യം കാണുന്നവർക്ക് വേണ്ടി. ബാക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തായിരുന്നു. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നത് ഒരു കോൺ അങ്ങോട്ടാണെങ്കിൽ ഒരു കോൺ ഇങ്ങോട്ട്, ഇങ്ങനെ വേണം ജോയിൻ ചെയ്യാൻ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. ഒരു കോൺ അങ്ങോട്ടും ഒരു കോൺ ഇങ്ങോട്ടും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ചുറ്റും സ്റ്റിച്ച് ചെയ്തുക. 4 ഇഞ്ചും ഒരു പോയിൻറ്റും കൂടെ മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങോട്ടേക്ക് മറിച്ചിടുക. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല വശത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങോട്ടേക്ക് കമഴ്ത്തി വെച്ചിട്ട് ഈ നമ്മൾ ക്രോസ് പീസില്ലേ അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. അതായത് ഇതിൻ്റെ നൈറ്റി പീസിലല്ല, ക്രോസ് പീസിൽ കൂടി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പതിഞ്ഞിരിക്കത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നീണ്ടു നിൽക്കുന്ന ഈ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം ഇത് പതിച്ചടിക്കാൻ. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ പതിച്ചടിച്ചെന്ന് ഞാൻ പതിച്ചടിച്ചെന്ന് പറയുന്നുണ്ട്, അതുപോലെ ചെയ്യുക. എന്നിട്ട് ഈ പീസും ഇതിൻ്റെ നല്ല വശവും നമ്മൾ ഫ്രണ്ട് പീസിന് നല്ല വശവും തമ്മിൽ ചേർത്ത് വച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷനാവും. ഞാൻ പറയപ്പം അറ്റം ചേർത്ത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. നമ്മൾ കുറച്ച് നീളമിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ വേണ്ടാത്തം കട്ട് ചെയ്ത് കളയാം. നമ്മൾ ചേർത്ത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ പീസ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇട്ടേക്കണം. എന്നിട്ട് ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് ഈ പീസിന് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ക്രോസ് പീസിന് ഇങ്ങോട്ടേക്ക് ചേർത്ത് വയ്ക്കുക, വച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നിവർത്തിയിട്ടിട്ട് പിന്നെ വേണം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ശേഷം വേണം ഇത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇങ്ങനെയാവും. ഇങ്ങനെ ഇരിക്കപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ കൂടി ഈ നേരത്തെ ക്രോസ് പീസിൽ കൂടിയല്ലേ സ്റ്റിച്ച് പതിച്ചടിച്ചത്, ഇത് ഇങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഈ പീസ് നൈറ്റി പീസിൽ കൂടി പതിച്ചടിക്കണം. അതിന് ശേഷം ഇതിങ്ങനെയായിരിക്കും വരുന്നത്. എന്നിട്ട് ഈ അകവശത്തും കൂടി ഇങ്ങനെ അതായത് ഈ ഞാൻ കാണിക്കുന്ന കണ്ടോ നിങ്ങൾ, ഇവിടെ ഇതിൽ കൂടി ഇങ്ങനെ പതിച്ച് ഫുള്ളും അടിക്കുക. അപ്പോൾ ഈ നെക്കിട്ട് ഈ യോക്ക് ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പോൾ അതിന് ചെയ്തിട്ട് കാണിക്കാം. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. നമ്മൾ നല്ല വശം മറിച്ചിട്ടിട്ട് ടോപ്പ് കൂടി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പ് നമ്മൾ ബാക്ക് പീസിലോട്ട് ആക്കി വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൂടി സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. അവിടെ നിന്ന് കൂടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇറക്കുക. തിരിച്ച് നമ്മൾ ചീത്ത വശം മറിച്ചിട്ടിട്ട് ഇവിടെ കെട്ടിട്ട് ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് ആകവശത്ത് ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കെടുത്ത് ഇവിടെയും കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ഒന്ന് വയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും ബാക്കും ഫ്രണ്ടുമായിട്ട്. അത് നമ്മൾ കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കളയണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ നിവർത്തി നല്ല ലെവലിനിടണം. ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം കണ്ടോ വ്യത്യാസം കണ്ടോ. കാരണം ഈ 3 പീസ് ആയില്ലേ, അപ്പോൾ ആ വ്യത്യാസം വരും. നമ്മൾ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്യണം, ഇവിടെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം, ഇതേ ലെവലിൽ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ ബാക്ക് ഫ്രണ്ട് നമ്മൾ പ്ലീറ്റ്സ് വെച്ച് വരുമ്പോൾ യോക്ക് പൊങ്ങിയും താന്നും ഇരിക്കും. കണ്ടോ, ഞാൻ ലെവൽ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സ് എങ്ങനെയാണ്, ഇപ്പോൾ യോക്ക് ഭാഗം തീർന്നു. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗം ഇതുമായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് ഭാഗം എങ്ങനെയാണ് യോക്ക് ഭാഗത്തോട്ട് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്കേർട്ട് ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. മാറിപ്പോരും, നമ്മളിവിടെ ചരിച്ച് കുറച്ച് ഒരു സൈഡിൽ വെട്ടിയിരുന്നു, അവിടെ വേണം എടുക്കുക. നമ്മൾ താഴ്ഭാഗം എടുത്ത് കളയരുത് കേട്ടോ, അത് തിരിഞ്ഞു പോകരുത്. പിന്നെ നമ്മളിവിടെ സെൻറ്ററും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ചരിഞ്ഞ ഭാഗമില്ലേ, ചരിഞ്ഞ് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ നിന്നൊരു 3 ഇഞ്ചോളം വിട്ടിട്ട് കുറച്ച് പ്ലീറ്റ്സ് ഇവിടെ നിന്ന് ഇതുവരെ എടുക്കണം. തിരിച്ച് ഇവിടെ നിന്ന് 3 ഇഞ്ചിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്യണം.
ഇവിടെ 3 ഇഞ്ചിന് ശേഷം മാർക്ക്. ഇവിടെ തൊട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത സ്ഥലം വരെ വരണം. ഇവിടെ നിന്നൊരു 3 ഇഞ്ച് വരെ മാർക്ക് ചെയ്യണം കേട്ടോ. 3 ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഞാൻ ബാക്ക് ഭാഗം കാണിച്ചാൽ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററും കൂടെ തമ്മിൽ നമ്മൾ വായിച്ച് നോക്കണം. വായിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ സ്കേർട്ട് ഭാഗം കൂടുതൽ എടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്, നമ്മൾ കുറച്ച് പ്ലീറ്റ്സും കൂടെ എടുത്ത് കൊടുക്കണം. അല്ല, സ്കേർട്ട് ഭാഗം കുറവാണെങ്കിൽ നമ്മൾ, അതായത് ഇത് കൂടുതൽ കിടക്കുന്നു, ഇത് കുറവാണെങ്കിൽ നമ്മൾ 1-2 പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. എന്നിട്ട് തിരിച്ച് ഈ സൈഡും ഇതുപോലെ വെച്ച് നോക്കണം. അപ്പം ഞാൻ അത് ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാൻ ഒരു സൈഡിലുള്ളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ഇപ്പോൾ ഇത് പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ? പ്ലീറ്റ്സ് ഇട്ട് വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്നും വെച്ച് നോക്കണം. ഇങ്ങനെ വെച്ച് നോക്കണം. ഇതിൻ്റെ സെൻറ്റർ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ സെൻറ്റർ. ഇതിൻ്റെ സെൻറ്റർ ഇതാണ് ബാക്ക് സൈഡിൻ്റെ. നമ്മൾ സെൻറ്ററിൽ നിന്ന് വെച്ച് നോക്കണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ ഇതായിപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് വെച്ച് നോക്കിയതാണ്. എനിക്കിവിടെ ഒരു പ്ലീറ്റ്സ് അഴിച്ചു കൊടുക്കേണ്ടി വന്നു, കുറച്ച് കൂടുതലായിരുന്നു. ഏത് ഭാഗം? ഈ യോക്ക് ഭാഗം. അപ്പം ഒരു പ്ലീറ്റ്സ് അഴിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ്. അതുപോലെ നമ്മൾ ഈ സൈഡിലും ഇങ്ങനെ വെച്ച് നോക്കണം. സെൻറ്ററും കൂടെ ഇങ്ങനെ വെച്ച്, സെൻറ്ററിൽ വെച്ച് തന്നെ തുടങ്ങണം കേട്ടോ, സൈഡിൽ നിന്ന് തുടങ്ങരുത്. ഇങ്ങനെ വെച്ച് നോക്കണം. ഇവിടെ എനിക്ക് ഒരു പ്ലീറ്റ്സ് കുറവായിരുന്നുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു, കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് ചെയ്ത് വയ്ക്കേണ്ടത്. അപ്പം ഇതേപോലെ പ്ലീറ്റ്സ് നമ്മൾ മറ്റേ സ്കേർട്ടിലും എടുക്കണം. ഇത് ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇത് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നല്ല വശവും തമ്മിൽ ചേർത്ത് സെൻറ്ററും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങോട്ടൊക്കെ മറച്ചിട്ടിട്ട് നമ്മൾ ഈ യോക്ക് ഭാഗത്ത് തയ്യൽ തുമ്പ് വെച്ചിട്ട് പതിച്ചടിക്കണം. ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ തയ്യൽ തുമ്പുണ്ടല്ലോ നമ്മൾ ജോയിൻ ചെയ്ത തയ്യൽ തുമ്പ് സ്കേർട്ട് ഭാഗത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിക്കണം. പ്ലീറ്റ്സിൽ കൂടി പതിച്ചടിക്കരുത്. ഇതുപോലെ തന്നെ മറു സൈഡിൽ നമ്മൾ മറ്റേ സ്കേർട്ട് ഭാഗത്തിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതുപോലെ. പക്ഷെ അതിൽ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വയ്ക്കണം. ഇപ്പം ഞാൻ ഇതാണ് ഇതിൽ വയ്ക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വേണം സ്റ്റിച്ച് ചെയ്യും. കാരണം ഇത് നമ്മളിവിടെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. അതേ ഇതിൽ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പതിച്ചടിക്കേണ്ടി വരത്തില്ല. എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടിയാണല്ലോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പതിച്ചടിക്കേണ്ടി വരില്ല. നിങ്ങളിവിടെ ഡിസൈൻ കൊടുത്തിട്ടില്ലെങ്കിൽ മറ്റേ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങനെ താഴെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാറിപ്പോവരുത്. അല്ലെങ്കിൽ ഇവിടെ ഡിസൈൻ പാടില്ലായിരുന്നു എങ്കിൽ നമുക്ക് മറ്റേതുപോലെ നല്ല വശം ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം, ഇത് ബാക്ക് പാർട്ട് ഇതിൻ്റെ യോക്കിന് ഇതായതുകൊണ്ട് ഞാൻ ബാക്ക് പാർട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് അടുത്ത സ്കേർട്ടിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ജോയിൻ ചെയ്യും. ഇതുപോലെ തന്നെ മറ്റേതും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഫ്രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത്. പിന്നെ അവിടെ ഒരു ടേസിൽസ് ഒരു ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കുക, ഇല്ലെങ്കിൽ ഒരു ഷോ ബട്ടൺ വെച്ചാലും മതി കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടോ. ബാക്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്കിത് സ്ലീവാണ് വയ്ക്കേണ്ടത്. ഒരു സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റേ സ്ലീവ് എങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മളിങ്ങനെ വെച്ചിട്ട് സ്ലീവ് എടുക്കുക. അപ്പോൾ സ്ലീവിൽ എനിക്ക് സാധാരണ തുണി വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ പീസ് ഉണ്ടായിരുന്ന ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തുണി തികയത്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും ഈ സ്ലീവിൻ്റെ സെൻറ്ററും ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം, തിരിച്ച് വരണം. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം, തിരിച്ച് വരണം. ഇവിടെ കെട്ടിട്ട് നിർത്തണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ഈ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത തയ്യൽ തുമ്പില്ലേ, സ്ലീവ് ജോയിൻ ചെയ്ത തയ്യൽ തുമ്പ്, ആ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ സ്ലീവിലോട്ട് ചേർത്ത് വെച്ച് ഇതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്യണം. ഇതൊക്കെ നൈറ്റ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, അത് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്തതായതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചൊന്നും തയ്യൽ തുമ്പ് ഇടരുത്. അത് പിന്നീട് നമ്മൾ എടുത്ത അളവിനെക്കാട്ടിലും എന്തായാലും വ്യത്യാസം വരും. നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു പോയാൽ മതി. സൈഡ് ജോയിൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് താഴ്ഭാഗം മടക്കി അടിക്കണം. പിന്നെ നിങ്ങൾക്ക്
ഈ സമയത്ത് വേണം നിങ്ങൾ ലെന്ത് അളന്നിട്ട് കട്ട് ചെയ്യാനുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പ്ലീറ്റ്സുള്ള നൈറ്റിയും നമ്മൾ ഡിസൈൻ ചെയ്ത നൈറ്റിയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ നേരത്തെ ലെന്ത് അളന്ന് കട്ട് ചെയ്യരുത്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, കാരണം ഒരുപാട് വ്യത്യാസം വരും നമുക്ക്. അതുകൊണ്ട് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം അളന്നിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫുൾ ലെന്ത് ഇടാം, അല്ലെങ്കിൽ എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ ഇതിനെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ 2 ഇഞ്ച് 1 ഇഞ്ച് കൂടുതലിട്ടാൽ മതി. അര ഇഞ്ച് വെച്ച് നമ്മൾ 1 ഇഞ്ച് മടക്കി അടിക്കത്തുള്ളൂ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടുതലിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതിപ്പോൾ ഞാൻ അല്ലാതെ കൊടുക്കുന്നത് ആരാണ് വാങ്ങിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് അതേപോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുൾ ലെന്ത് ഇടുകയാണ്. പിന്നെ നമ്മൾ വെച്ച് നോക്കണം, ലെന്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ, അതും കൂടെ ചെയ്യണം. എന്നിട്ട് സൈഡിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് അടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ 1 ഇഞ്ചൊന്നും തയ്യൽ തുമ്പ് ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ എടുത്തതിനെക്കാട്ടിലും അളവ് ഈ പ്ലീറ്റ്സൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നതുകൊണ്ട് വ്യത്യാസം വരും. അതുകൊണ്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് എന്തായാലും ലൂസായിട്ടല്ലേ നമ്മൾ നൈറ്റി ഇടുന്നത്, അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് ഫുൾ ഫിനിഷിങ് ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടേ, അയൺ ചെയ്തിട്ടില്ലേ, അത് കസ്റ്റമർ കൊടുക്കാൻ നേരത്തെ അയൺ ചെയ്യത്തുള്ളൂ. ഇതാണ് ഫുൾ ലെന്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ മോഡലിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ കട്ടിങ് വ്യത്യാസമുണ്ട്, നമ്മൾ സാധാരണ 3 പീസ് ചെയ്യും പോലെ അല്ല. അപ്പോൾ എല്ലാവരും ഈ മോഡലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളെ അളവൊക്കെ നമ്മൾ എടുക്കുന്നത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.